ഗൈസ് രാത്രി ചെന്നൈയിൽ ഭയങ്കര സീനാണ്, കറങ്ങാനൊന്നും പറ്റില്ല അല്ലേ, ഇവിടെ സീനാണ്. പോലീസാണ് എങ്ങോട്ട് പോകും, എവിടെ പോകണം ഗാഡിക്ക് അന്തറാവും കേട്ടാ, പോണണ്ട ഇങ്ങനെ പോകും. എവിടെ പോകണം, ഒരു 1000 പേരെടുത്ത് ഉത്തരം പറയണം. അപ്പം 11:30 മണിയായി, അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇതുണ്ടോ രാത്രി നല്ല രസമുണ്ട് ഇവിടെ, വൻ സീനാട്ടോ. എനിക്ക് ഇത്രയും ആൾക്കാരൊക്കെ വന്നു പോകുന്നേ കൊണ്ടായിരിക്കും. പെട്ടെന്ന് പോകണം. ഇവിടെ കറണ്ടും ഇല്ലൊരു തേങ്ങയില്ല. ഇടക്കുളത്തിന് മൂഞ്ചി കേട്ടാ. ചൂടുണ്ടോ? തഗ്ഗൊക്കെ അതേ ഒഴിവാണ്. അവൻ്റെ സിംഗിൾ പേജ് പോയത് കേട്ടാ, അവൻ്റെ സിംഗിൾ പേജ് പോയത്. ഇനി ഡബിൾ പേജ് ഇടണം. സിംഗിൾ പേജ് പോയില്ലേ, അപ്പൊ പിന്നെ വേറെ വഴിയില്ലല്ലോ, ഡബിൾ ഇടണ്ടേ. എൻ്റെ മോനെ ഇവിടുത്തെ കാര്യം ഒന്നും പറയണ്ട കേട്ടോ. ചൈനയിൽ കറങ്ങാൻ വരുന്നവരൊക്കെ ഒരു 10 മണി വരെ അല്ലേ, മാക്സിമം 10 മണി വരെ കറങ്ങാൻ തിരിച്ചു പോകും. ചെറുക്കനൊക്കെ പാവം ചൂടായിട്ട് നിൽക്കാൻ വയ്യ, പുഴുങ്ങണം. ചെറുക്കനൊക്കെ വിയർപ്പുണ്ടോ നെഞ്ചിൽ? അത് വിയർപ്പൊന്നുമല്ല കേട്ടോ, അത് എണ്ണ, അലുവയുടെ അങ്ങോട്ട് എണ്ണ പിന്നെ ക്രീം പണ്ട്. ഇവിടെ ചൂടായിട്ട് നിൽക്കാൻ വയ്യ, അതാണ് പുറത്തോട്ട് ഇറങ്ങി കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചെയ്യും. ഇപ്പൊ ഇടിക്കും അവിടെ. എന്താ ചൂടെന്ന് വെച്ചാൽ അറിയാം കേട്ടോ, അവിടെ നിൽക്കാൻ വയ്യ. അമ്മ കറണ്ടില്ല അമ്മ. തങ്കുനെ കണ്ട ഗൈസ്, വേറെ ലെവലാണ്. ചെറുക്കൻ ആദ്യമായിട്ട് മുണ്ട് ട്രൈ ചെയ്യണം. നോക്കട്ടെ, ലുക്കുണ്ടോ നോക്കട്ടെ, ഇങ്ങോട്ട് തിരി അങ്ങോട്ട് ഗൈസ് കണ്ടോ, മാഷല്ലാ സെറ്റ്. പാതി കൊണ്ട് കയറി പോയി. എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ, കടയൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പോലീസാണ് സീൻ, വേറെ ഒന്നുമില്ല. ഇവിടെ കട ഉണ്ടോ? എടാ ഇനിയിപ്പോൾ കടയിൽ നിന്ന് കാണുമോ ഈ 12 മണിക്ക്? ഇവിടെ കട ആകെ മൂഞ്ചലായി പോയി. അപ്പോഴും ഇവിടെ വന്നാൽ മതിയായിരുന്നു. വാ കയറി നോക്കാം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ പോകാനുണ്ട് ഐസ്ക്രീമിനെ വിളിച്ചിട്ട്. ഐസ്ക്രീം എടുക്കണം, 3 ഐസ്ക്രീം. ഐസ്ക്രീം മേടിക്കാന്ന് വെച്ചു. ಬಾದಾಮ್ 40 rupees special 50 rupees. ಬಾದಾಮ್ 40 rupees ಇದೆ, special 50 rupees ಇದೆ. ബദാം 3 കുൽഫി എത്ര? 12 അത് കുൽഫിയാണ്. ഇതാ മറ്റേ സാധനമാണ്. കുൽഫി ഹോം മെയ്ഡാ? കുൽഫി സാധനം നമ്മൾ ഇതിനകത്തേക്ക് കണ്ടിട്ടുള്ളൂ. നമുക്ക് റബ്ബറല്ല തങ്കു. ഈ ചൂടത്ത് കറണ്ടും ഇല്ല, അവിടെ മാത്രം കണ്ടില്ലാത്തത് ഒരു സീനാണ്. അയ്യോ ആവി പറക്കണം. എന്താണ് അവസ്ഥ? എങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ ഐസ് കിട്ടിയിട്ടുണ്ട്. ഐസ് ചൂട് കേട്ടോ, ഒരു രക്ഷയില്ല. ചൂടത്ത് ഐസൊക്കെ കുടിക്കാൻ രസമാണ്. കൊള്ളാമല്ലേ സാധനം? കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബദാമൊക്കെ ഉണ്ടല്ലോ. സാഗർ മുതലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് അപ്രൂവ്ഡാണ്. അല്ല തങ്കു അങ്ങനെ പറയാറില്ല. തങ്കു നല്ലതെന്ന് പറയും. ആ ഐസ് 40 40 ഇവിടത്തെ ഇങ്ങനെ മേടിച്ച് കുടിക്കാൻ കൊള്ളാം. പക്ഷെ ബദാമുണ്ട്, അതുകൊണ്ട് കൊള്ളാം കേട്ടോ. ഐസ് ഇപ്പോഴും അവസ്ഥയാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ കറണ്ടൊന്നും വന്നിട്ടില്ല. എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. ലോയുടെ അവസ്ഥ ഉണ്ട്, എടുക്കണമില്ല. ബട്ട് നൗ ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി ഓർ എനിത്തിങ്. Okay, sir. I'm really sorry for the inconvenience. I will definitely help you as you are saying. Okay, I will give you the definitely.
Just a minute. Yes, sir. KY5. KY5. We are facing this from last 4 hours. 4 hours. From we are waiting. Now also nothing will happen. ഡീസൽ അടിക്കാൻ പോകണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഒരു ടീം ഡീസൽ അടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ജനറേറ്റർ ഓണാക്കാമെന്ന് പറയണം. അല്ലേ, ഓണാകും. പിന്നെ അടുത്ത ടീം ഇതാണ്ട് വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ സൊമാറ്റോ ഉള്ളെ കൊണ്ട് പേടിക്കണ്ടല്ലോ. അതെവിടെയെങ്കിലും ഞാനൊരു പിസയും മോമോസും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഏതാണ് ഇതാണ് മോമോസ്. സാധനം കിട്ടിയിട്ടുണ്ട്. ചിക്കൻ മഴ കിട്ടുന്ന നല്ല ഉറക്കം കേട്ടോ. സാധനം മോമോസ് ഒന്ന് വന്നിട്ട് മോമോസ് ഒഴിച്ചു. കുറച്ച് പിസ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചപ്പോൾ എടാ ഇതെന്ത് 300? ഞാൻ 450 ഒരു സാധനം 450 ml സാധനം ഓർഡർ ചെയ്തു. ഞാൻ തേച്ചോ 2 ടൈപ്പായിട്ട് ഓർഡർ ചെയ്തോ. പക്ഷേ ചെറുതായിപ്പോയി. അങ്ങനത്തെ മീഡിയം സൈസൊന്നും മോശമില്ലായിരുന്നു. ബലാത്സംഗം ചെയ്ത് ഗൈസ്. ഇതെന്താണ് ഇത്? വേറെ ടൈപ്പ് ഒണിയനും ഇതൊക്കെ ഉള്ളു. ചിക്കൻ ഒണിയൻ പിസ്സ. സ്മൈലിയാ എണീ കൊള്ളത്തില്ല. ഇതിനകത്ത് വലിയ ചീസൊന്നുമില്ല. നോക്കിയേ, പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ല ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 1 ഷോ പിന്നും കണ്ടുപോയി. നമ്മൾ ഇറങ്ങാൻ പോയി. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കുന്നില്ല അല്ലേ? വേറെ റൂമില്ല. ഇവിടെ നിന്ന് പോവേണ്. കേരളത്തിൽ വന്ന് ഇത്തിരി വെള്ളം കോഴി വീത്തിയാലേ ഇനി സമാധാനം വരുള്ളൂ. ഇനി വേറെ റൂം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വേറെ റൂം എടുത്ത് കുറച്ച് നേരം ചില്ലായിട്ട് നമ്മളിവിടെ നിന്ന് വരികയും കേട്ടോ. ചെറുക്കൻ ബാഗൊക്കെ തൂക്കി എപ്പോഴും റെഡി ആയിക്കാണ്. ഇവിടുത്തെ കാര്യം എന്ന് പറയണ്ട. രാവിലെ കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് കണ്ടു പോകുക. അവന്മാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്തോന്നാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിൽക്കണ്ട. ചെറുക്ക എ സി റിമോട്ടിലേക്കിട്ട് അപ്പോഴാണ് കണ്ടോ ഏട്ടാ. ഞാൻ പറഞ്ഞത് നീ ഞെക്കിയിട്ടാണ് കണ്ടത്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പതല്ല. ഇനി ചെന്നൈയിൽ വരുമ്പോൾ മാക്സിമം ഈ ഹോട്ടലിൽ നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ആര്യഭവം കിട്ടി. ചെറിയൊരു അവിടെ കയറി കഴിക്കാൻ ദോശ ഉണ്ടെങ്കിലും ലൈറ്റായിട്ട് ദോശയായിട്ട് വെച്ചിട്ട് ഒന്ന് മൂവ് ചെയ്യണം. കുറച്ചും കൂടെ ഒന്ന് കറങ്ങാനുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് സാധനം വന്നിട്ടുണ്ട്. സെറ്റല്ലേ? മലയാണോ? നമുക്കിവിടെ 3 സാധനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വൈറ്റ് ചട്നി, പിന്നെ ഗ്രീന്, പിന്നെ ഇത് തക്കാളിയാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സാമ്പാറുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമുക്കുള്ളത്. കൈ കൊടുക്കാൻ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി, സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. നല്ല മസാല ദോശയും കാര്യങ്ങളും. പേയ്മെൻറ്റ് സൈക്കിൾ കൊണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പോവാം. കൂട്ടിയിട്ടേക്കും. ഇനി നമ്മളിങ്ങനെ കാല് ഇപ്പുറത്തോട്ടിട്ട് ഇങ്ങനെ നടക്കുക. ഗൈസ് ഒടുക്കത്തെ ചൂട് ഗൈസ്. കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് മതിയായില്ല. അടുത്ത ഒരു സർബത്ത് കുടിക്കാനുള്ള പരിപാടിയാണ്. അവിടെ ഒരു സർബത്തേറുണ്ട്, നൈസാണ്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, സർബത്ത് കുടിച്ചതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിലോട്ട് പോകുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ പോയി ഒന്ന് കറങ്ങിയിരിക്കണം. എന്താണ് അവസ്ഥ? തണുപ്പുണ്ടോ? അടുത്ത ആള് ഗായ്സ്, ഇവിടെ നമുക്ക് ഈ ബാംഗ്ലൂർ പോലെയൊക്കെ ഓപ്പൺ വെഹിക്കിൾ കാണാൻ പറ്റുമേ. ഈ ഫുഡ് കൊടുക്കുന്നുണ്ടോ, ഓപ്പൺ ബിരിയാണി. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതൊരു പോകുന്ന കട, അടിപൊളി കട, ഒരു നാടൻ കട. അവിടെ കയറിയിട്ട് കഴിക്കാൻ പറ്റും. സാപ്പാട് പറഞ്ഞിട്ടുള്ളത് ബിരിയാണി ഉണ്ടോ, ബിരിയാണി ഇന്നലെ കഴിച്ച് മടുത്ത്. ചെക്കന്മാരൊക്കെ കണ്ടോ ഉള്ളിലേക്ക് ഇട്ട് സെറ്റായിരിക്കുകയാണ്. നമുക്കൊരു ബീറ്റ്റൂട്ട് തോരനുണ്ട്, പിന്നെന്താണത്, എന്തോ അവിയൽ പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മളെ റൈസ് വന്നിട്ടുണ്ടേ. പപ്പടം കണ്ടോ, ചെറിയ പപ്പടം, യമണ്ട് പപ്പടം കേട്ടോ. ഞാൻ കുറച്ച് മീനിൻ്റെ ഇത് ചാറ് കഴിച്ചിട്ടുണ്ടേ. ഫുള്ള് ചോറ് കൂടുതലാണ്, അപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് പച്ചരി ചോറ് ഒപ്പം തേക്കും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തേക്കും. അപ്പോൾ നമ്മൾ മെട്രോയിലൊന്ന് കയറാൻ പോവാണ്. ചെന്നൈക്ക് വന്നിട്ട് മെട്രോയിൽ കയറിയില്ലെന്ന് വേണ്ട. അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അല്ലല്ല, ഇത് 3 പാളം ഉണ്ടല്ലേ? 2 പാളമുണ്ട്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോം 1 ആണ് കേട്ടോ. 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതാണ് നീല ട്രെയിൻ. എയർപോർട്ടിൽ പോകണതാണ് കേട്ടോ, എയർപോർട്ടാണ്. നമ്മൾ മെട്രോ അവിടെ നിന്ന് വരുന്ന കേട്ടോ. അതെന്താ അവിടെ നിന്ന് വരണം? നമുക്ക് അങ്ങോട്ടല്ലേ പോകാനുള്ളത്? ഇത് കാണിക്കണം. അതെന്തിനു കാണിക്കണം? ഇനി വേണ്ട, ഇവിടെ കയറാൻ മാത്രം മതി. ഇനി അവിടെ ഇറങ്ങാൻ ചിലപ്പം വേണ്ടി വരും. നമ്മളെ ട്രെയിൻ ഇതാ വരുന്നുണ്ട്. ഈ അതിൻ്റെ മൊഞ്ചുണ്ടോ സാധനം വരുന്നുണ്ടാവും. സെൻട്രൽ മെട്രോ, സെൻട്രലാണ് കേട്ടോ. അത് നമ്മൾ വന്നതാണ് സെൻട്രൽ, അങ്ങോട്ട് പോകണ മെട്രോ ആണത്. പിന്നെ ഇതിലല്ലേ കയറാനുള്ളത്. ആ പോയി എടാ, എന്തിനാ നിർത്താത്തത്? ഗൈസ്, ഇത് ലാസ്റ്റ് എത്തിയോട്ടെ, ഇത് നിർത്തലില്ല. ഈ വണ്ടി പോയി, വണ്ടി പോയി. ഗൈസ്, ആകെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ ഈ തമിഴിലാണ് ഈ സംഭവങ്ങൾ ഉപയോഗിച്ച് അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ പറയാൻ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളോടൊക്കെ മലയാളം ഇംഗ്ലീഷ് കൊച്ചി മെട്രോയില രണ്ടും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഗൈസ്, ഇത് നമ്മൾ ചെറിയൊരു സ്ട്രീറ്റിൽ കയറുന്നതാണ് കേട്ടോ. വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. കുറച്ചനോട് ദൈവത്തിനോടൊക്കെ നന്ദി പറയുക. ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഓരോ ആൾക്കാരും ജീവിക്കുന്നത്. നല്ല ആൾക്കാരാട്ടോ, നമ്മൾക്ക് നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. അതൊക്കെ ഇതാണ് ഒതുക്കിയിട്ടേക്കണേ. അടിപൊളി റോഡ് ഗൈസ്. ഇത് ട്രെയിൻ പോളാ ഇതിലൂടെ എങ്ങനെയാണ് ട്രെയിൻ പോണത്? അവിടെയാണ് ട്രെയിൻ പാളം. അപ്പോൾ നമുക്ക് ഈ പാളം കടന്നപ്പുറം പോകാം ഗൈസ്. അവൻ പോയതുപോലെ ഓടിക്കോ. ജീവിതം പോവല്ലേ. ഇവിടത്തേക്ക് വീടുകളുണ്ടോ? ചിന്ന ചിന്ന വീടുകൾ. നൈസേ, അടിപൊളിയല്ലേ? കേട്ടോ, നല്ല എക്സ്പീരിയൻസ്. ഒരു ബോട്ടിൽ തണുത്ത വെള്ളം മേടിക്കണം. ഇതെടുത്തോ? 40 രൂപ.
ഈ റോഡ് എനിക്കൊന്നും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അപ്പുറത്ത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഒന്ന് ഇപ്പം നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തി. ടാങ്കർ കുടിവെള്ളം ഇതെന്താണ്? ഇത് ആരെയോ വീടാണ് കേട്ടോ. ശിവാസം വലിയൊരു ഏറ്റൊക്കെ ഉണ്ടല്ലോ.